الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ വിഷയങ്ങളിലെല്ലാം സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് ആ റബ്ബിന് ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ നമ്മൾ മനസ്സിലാക്കുകയെന്ന്. സൂറത്തുൽ ബഖറയിലെ നമുക്ക് പരിചയമുള്ള ഒരു വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബിയും ആ കഅബയുടെ അസ്ഥിവാരം പടുത്തുയർത്തിയപ്പോൾ എന്നിട്ടവർ പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ. ഇന്നക അന്തസ് സമീഉൽ അലീം, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. ഹജ്ജ് എന്ന് പറഞ്ഞ പദത്തിന് തന്നെ ഹജ്ജ ഫമൻ ഹജ്ജൽ ബൈത അവിയഴുത്തമറ, അവിടെ ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയെ ലക്ഷ്യമാക്കി നീങ്ങുക, ലക്ഷ്യം വെക്കുക എന്നാണ് ഹജ്ജ എന്ന പദത്തിനർത്ഥം. അതിന് നമ്മൾ തീർത്ഥാടനമെന്നോ അതുപോലുള്ള അർത്ഥങ്ങളൊക്കെ ഭാഷാപരമായി പറയാറുണ്ട്. എന്നാൽ
ഇസ്ലാമിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു കഅബാലയത്തിൽ പോയി, അല്ലെങ്കിൽ കഅബയും മക്കയിലെ കഅബയും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും നിർദ്ദേശിക്കപ്പെട്ട പ്രദേശങ്ങളിലും പോയി ദുൽഹിജ്ജ 8 മുതൽ 13 വരെയുള്ള ദിനങ്ങൾക്കിടയിൽ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട സമയത്ത് ഒരു പ്രത്യേക ഇബാദത്ത് ചെയ്യുക, ഇതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഉംറയെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും ആകാം എന്ന് നമുക്കറിയാമല്ലോ. ശരീരത്തിന് ഏറെ അധ്വാനമുള്ള ഒരു കാര്യമാണ് ഹജ്ജ് എന്നത്. അതേപോലെ തന്നെ സാമ്പത്തികമായി എമ്പാടും ചെലവഴിക്കേണ്ടി വരും ഹജ്ജിന് പോകുന്ന ആളുകൾ എന്നതും നമ്മൾക്കറിയാം. ഇപ്പോഴൊക്കെ അത് കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ആരോഗ്യമുള്ള യാത്രാ സംബന്ധമായ സുരക്ഷിതത്വമുള്ള മേൽപ്പറഞ്ഞ സൗകര്യങ്ങളുള്ള ആളുകൾക്ക് ഹജ്ജിന് പോകൽ നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യണമെന്നൊരാഗ്രഹം ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ഹജ്ജ് നിർബന്ധമായ ആളുകൾ എന്തൊക്കെ കാരണങ്ങളാണ് അത് നീട്ടിവെക്കാൻ ന്യായങ്ങളായി പറയാറുള്ളത്? എൻ്റെ പേരമകളുടെ കല്യാണം കഴിയട്ടെ, എനിക്ക് അവിടെ ഇത്തിരിയും കൂടി സ്ഥലം വാങ്ങാനുണ്ട്, അത് 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി വാങ്ങും, അത് കഴിയട്ടെ, എൻ്റെ മകന്റെ വിദ്യാഭ്യാസം കഴിയട്ടെ, ഇത്തിരിയൊക്കെ പ്രായവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോരെ എന്ന നിലക്കൊക്കെ നീട്ടിവെക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇന്ന് രാവിലെ ഒരു മെസ്സേജ് കണ്ട് 52-53 വയസ്സ് പ്രായമുള്ള മിനിഞ്ഞാന്ന് ഞാൻ സംസാരിച്ച ഒരു മനുഷ്യൻ, അയാൾ മരണപ്പെട്ടിരിക്കുന്നു, അയാളുടെ മയ്യത്ത് നാട്ടിൽ 11 മണിക്കാണ് എടുക്കുക, എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നീട്ടിവെക്കുന്ന ആളുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീട്ടിവെക്കുന്നത്? ഇവിടെ തിരിച്ചൊരു കാര്യം മനസ്സിലാക്കുക. ഹജ്ജ് നിർബന്ധമായ അയാൾ അത് നിർവഹിക്കാതെ മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അയാൾ നീട്ടിവെച്ച് അവസാനം അയാളുടെ ബിസിനസ് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോകാൻ ഉദ്ദേശിക്കുന്ന സമയമായപ്പോഴേക്ക്, അല്ലെങ്കിൽ 4, 5, 8 വർഷം കഴിഞ്ഞപ്പോ അയാൾ ദരിദ്രനായി, അയാൾക്ക് വേണ്ടി കലക്ഷൻ നടത്തേണ്ട അവസ്ഥയിലാണുള്ളതെങ്കിൽ ഇയാളോട് അള്ളാഹു പരലോകത്ത് ചോദിക്കില്ലേ, 32 വയസ്സായപ്പോ നിനക്ക് ഹജ്ജ് നിർബന്ധമായിരുന്നല്ലോ, നീ എന്തുകൊണ്ട് പോയില്ല? എന്താണ് ആ മനുഷ്യൻ മറുപടി പറയുന്നത്? അതുകൊണ്ട് തന്നെ ഹജ്ജ് നിർബന്ധമായ ആള് മരണപ്പെട്ടാൽ പണ്ഡിതന്മാരിൽ വളരെ വലിയൊരു ശതമാനം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ആ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമായ കാരണമായതിനാൽ, അയാൾക്കതിന് കഴിയാതെ വന്നതിനാൽ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അയാളുടെ ഹജ്ജിന് പോയി വരാൻ അത് നിർബന്ധമായും ആ സ്വത്ത് നീക്കി വെച്ച് ആളെ കണ്ടതിന് ശേഷമേ ബാക്കി അനന്തരാവകാശികൾ എടുക്കാൻ പാടുള്ളൂ. അത്രമാത്രം ആ വിഷയത്തിന്റെ ഗൗരവം പോകാത്ത ആളുകൾ ആലോചിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇത് ഒരു പരിശീലനമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രത്യേകമായ സ്ഥലം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നതും നമുക്കറിയാം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഹജ്ജിന്റെ വിഷയം പറഞ്ഞിടത്ത് വഹാദൽ ബലദിൽ അമീൻ, വിശ്വസ്തമായ ഈ രാജ്യത്തെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞല്ലോ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നിർഭയമായ ഈ രാജ്യത്തെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു. ഇങ്ങനെ പവിത്രതയുടെ കാര്യത്തിൽ വേറെയും ചില ഹദീസുകൾ നമുക്ക് കാണാം. ഇന്നല്ലാഹ ഹറമ മക്കത യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്ക് പവിത്രത നൽകി. ഫലഹു ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ,
അന്ത്യദിനം വരെ ആ പവിത്രത അതിന് നിലനിൽക്കും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ലാ തഹില്ലു ലഅഹദിൻ ഖബ്ലി വലാ തഹില്ലു ലഅഹദിൻ ബഅദി. എനിക്ക് മുമ്പുള്ള ഒരാൾക്കും അതിന്റെ പവിത്രത ഇല്ലാതാക്കാനോ എനിക്ക് ശേഷം വരുന്ന ആളുകൾക്ക് അതിന്റെ പവിത്രത ഇല്ലാതാക്കാനോ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനാകുന്നതിന്റെ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഹറമിൽ വെച്ചിരിക്കുന്ന ഉണ്ടായ ഒരു സംഘട്ടനത്തെ സംബന്ധിച്ച് ഹർബുൽ ഫിജാർ, തമ്മാടികളുടെ യുദ്ധം എന്ന് നേരത്തെ അവർ പവിത്രത മനസ്സിലാക്കി ഉൾക്കൊണ്ടു വന്നിരുന്ന ആ ഹറമിൽ വെച്ചുണ്ടായ യുദ്ധത്തെ തമ്മാടികളുടെ യുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലയിൽ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. പവിത്രത ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ ചില പ്രത്യേകമായ കാരണങ്ങളുണ്ട്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ആ കഅബാലയത്തിൽ തന്നെ പോകണം, അതിന്റെ ഓരങ്ങളിൽ തന്നെ അത് നിർവഹിക്കണം. അപ്പോഴേ അയാൾക്ക് പുണ്യകരമായ നിലയിലുള്ള ഹജ്ജ് ചെയ്തുകൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയൂ. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. തന്റെ മാതാവ് പ്രസവിക്കപ്പെട്ടതുപോലെ കുറെ ഖുതുബയിൽ കേട്ടതാണ്, ഞാനും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ പവിത്രതയുള്ള പ്രദേശത്തെ നാടിനെയോ ആ ഗേഹത്തെയോ മദീന അതേപോലെ തന്നെ രണ്ടാമതായി പുണ്യമായ മസ്ജിദ് എന്ന നിലയിൽ അതിന്റെ പവിത്രതയും ലോകത്തുള്ള മുഴുവൻ ആളുകളും മുഅ്മിനുകളൊക്കെ അംഗീകരിച്ചിട്ടും അത് ശരിയല്ലെന്നും മക്കക്കും മദീനക്കും എന്ത് സവിശേഷത, അതിനേക്കാൾ സവിശേഷത എന്റെ മൂത്തേടം നാട്ടിലുള്ള ആ നാടിനാണെന്നും മക്കയും മദീനയും ഒക്കെ അവിടെ വരുമെന്നും ചില പണ്ഡിതന്മാരിൽ ചില ആളുകൾ പ്രസംഗിച്ച് നടക്കുമ്പോൾ അത് കേൾക്കാൻ ആളുകളുണ്ട് എന്നത് വളരെ ഖേദകരമായ കാര്യമല്ലേ? വിഡ്ഢിത്തം വിളമ്പുന്ന ഇത്തരം ആളുകളെ നമുക്ക് അവഗണിക്കാം. മറ്റ് യാതൊന്നും ഞാനത് സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താനോ ജീവിതോപാധിക്കോ എന്ത് കാരണത്താലാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന് നമുക്കറിയില്ല. പാപമോചനം ലഭിക്കപ്പെടുന്ന ഗേഹം എന്ന നിലയിൽ ആ പവിത്രത പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതാണല്ലോ അറഫയിൽ പാപമോചനവുമായി ബന്ധപ്പെട്ട് ഹദീസിൽ വന്നിരിക്കുന്ന വിഷയം. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് മനുഷ്യന് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിട്ട് പഠിപ്പിച്ച ഏതാ? ഏറ്റവും സന്തോഷമുള്ള ദിവസം, ആ സന്തോഷം ഒരു മനുഷ്യന്റെ പാപമോചനം ലഭിക്കപ്പെട്ട ദിവസമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ 3 സഹാബികളുടെ ചരിത്രം കാണാം. അതിൽ ഏറ്റവും പ്രധാനിയായി അറിയപ്പെടുന്നത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. തബൂക്ക് യുദ്ധത്തിന് അദ്ദേഹം പോകാതെ മാറിയിരുന്നല്ലോ. അങ്ങനെ പല ഒഴിവുകഴിവുകളും കള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് അത് തോന്നിയില്ല. സത്യസന്ധമായ കാര്യം അദ്ദേഹം വിശദീകരിച്ചു. റസൂലേ, യുദ്ധത്തിന് പോകണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച് ശ്രമം നടത്തിയിട്ടുണ്ട്. അവസാനം പോകാം എന്ന നിലയിൽ നീട്ടിവെക്കുകയും അവസാന നിമിഷം പോലും എനിക്ക് പോകാൻ കഴിയാതെ വരികയും ചെയ്തു. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ ചില വചനങ്ങൾ ഇറങ്ങി. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹവുമായി സംസാരിക്കാൻ പാടില്ല എന്ന് നിയമം പാസാക്കി. ഏകദേശം ഒരു മാസക്കാലത്തോളം എന്ന് തുടങ്ങിയിട്ടുള്ള 3 ആളുകളുടെ ചരിത്രം സൂറത്തു തൗബയിൽ കാണാം. ആ ഇടക്ക് അദ്ദേഹം പറയുന്നു, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് പല കളവും പറഞ്ഞ് നബിയോട് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ അത് ചെയ്തില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അദ്ദേഹത്തോട് സംസാരിക്കാത്ത നിലയിൽ ബഹിഷ്കരണമായി.
നബിയോട് അദ്ദേഹം സലാം പറഞ്ഞിട്ട് മടക്കുന്ന പ്രശ്നമില്ല. സഹാബികളും അങ്ങനെ തന്നെ. നീണ്ട ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഏകദേശം 1 മാസത്തിലധികം ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അദ്ദേഹം പറയുന്നു, ഈ ഭൂമി എത്ര വിശാലമാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. വിശാലമായ ഈ ഭൂമി എന്നോടാരും സംസാരിക്കുന്നില്ല, എനിക്കത് കുടുസായി തോന്നി. അവസാനം നബിയോട് ഞാൻ ചോദിച്ചു, പ്രവാചകരെ, എന്റെ ഭാര്യയുമായിട്ടുള്ള സംസർഗത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം അരുത്, പാടില്ല എന്ന് വിലക്കപ്പെട്ടു. അങ്ങനെ ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, യഹൂദന്മാരായ ആളുകൾ എന്നെ സമീപിച്ചുകൊണ്ട്, മുഹമ്മദ് നിന്നെ ബഹിഷ്കരിച്ചു അല്ലേ? ഇല്ലേ, മുഹമ്മദ് നിന്നെ ബഹിഷ്കരിച്ചില്ലേ? അങ്ങാടിയിൽ പോകുന്നു, ആരും മിണ്ടുന്നില്ല. അങ്ങനെ ഈ ജൂതന്മാരായ ആളുകൾ അദ്ദേഹത്തെ അവരുടെ വലയിലാക്കാൻ സകല ശ്രമങ്ങളും നടത്തി. നമുക്കൊക്കെ ഒരു ആദർശപരമായ പ്രശ്നമോ സംഘടനാപരമായ അല്ലെങ്കിൽ സ്ഥാനം നഷ്ടപ്പെടലോ ഉണ്ടാകുമ്പോ ഉടനെ തന്നെ നമ്മൾ അങ്ങോട്ടാ പോവുക? നമ്മൾ ഇതുവരെ എതിർത്ത സംഘടനയിലേക്ക് അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ആ ആദർശം ശരിയല്ല എന്ന് മനസ്സിലാക്കിയെടുത്തേക്ക് സ്ഥാനം കിട്ടാൻ അങ്ങോട്ട് പോകുന്ന ആളുകളല്ലേ നമ്മൾ? ആലോചിക്കുക. എന്നിട്ട് കഅബ് റളിയല്ലാഹു പറയുന്നു, ആ ആളുകൾ ഒരുപാട് ഓഫറുകൾ വെച്ചുകൊണ്ട് നീട്ടിയിട്ടും ഞാൻ അങ്ങോട്ട് പോയില്ല. അവസാനം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ അദ്ദേഹത്തിന് മാപ്പ് നൽകിയതായ ആയത്തുകൾ അവതരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞതെന്താ? അബ്ശിർ യാ കഅബ്, അബ്ശിർ, കഅബേ നീ സന്തോഷിക്കുക. എന്നിട്ട് പറഞ്ഞതോ, അതാണ് നമ്മളെ വിഷയം, ബി യൗമിൻ മർറ അലൈക മുൻദു വലദതുക ഉമ്മുക, നീ സന്തോഷിക്കുക, നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ച ദിവസത്തിൽ വെച്ച് ഏറ്റവും, അല്ലെങ്കിൽ നീ ജീവിച്ച് കഴിച്ചുകൂട്ടിയ ദിവസങ്ങളിൽ വെച്ച്, അവിടുന്ന് ജനിച്ച ദിവസങ്ങളിൽ വെച്ച് ഇന്നേ വരെയുള്ള ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഇന്ന്. അതെന്താ? അള്ളാഹു തൗബ സ്വീകരിക്കുകയും സ്വർഗം വാഗ്ദാനം ചെയ്യത്തക്ക വിധത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആയത്ത് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യനെ ഏറ്റവും അധികം സന്തോഷിക്കേണ്ട ദിവസമാണ് ഇപ്പറഞ്ഞ ദിവസം, പാപം പുറത്തു കിട്ടുന്ന ദിവസം. അതാണ് ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ ഈ പോക്കിന്റെ ഉദ്ദേശങ്ങളൊക്കെ ഇല്ലാതാക്കി കല്ലെറിയുമ്പോൾ സെൽഫി എടുക്കുന്ന ആളുകൾ, കല്ലെറിയുമ്പോൾ സെൽഫി എടുത്ത് നാട്ടിലേക്ക് അയക്കുന്ന ആളുകൾ, മിനയിൽ ടെന്റിൽ താമസിക്കുമ്പോൾ ഒന്നിച്ചൊന്ന് സെൽഫി എടുക്കുകയോ ഒന്നിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയോ ചെയ്തുകൊണ്ട് അത് നാട്ടിലേക്ക് അയക്കുന്നവർ, ഫോണിൽ ക്ലിപ്പാക്കി മാറ്റുന്നവർ, അറഫയിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ആ ഫോട്ടോയും കാര്യങ്ങളുമായി നടന്ന് ആ ലക്ഷ്യം മാറിപ്പോകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരുപാട് ആളുകൾ. എന്തൊരു കഷ്ടമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഹജ്ജിന്റെ ഉദ്ദേശം എന്താണോ ആ പാപമോചനം എന്നത് നഷ്ടമാകുന്ന സാഹചര്യം ഈമാനാണ്, തഖ്വയാണ്, ഇഖ്ലാസാണ്. ഇത് തന്നെയാണ് ബലിയുടെ വിഷയത്തിൽ പോലും അന്ന് അറുക്കുന്ന, നമ്മളും ബലിയറുക്കുന്ന ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ അവിടെ ഖുർആൻ പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ മാംസം റബ്ബിന്റെ സവിധത്തിൽ എത്തുന്നില്ല. അതിന്റെ രക്തവും എത്തുന്നില്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. പിന്നെ എന്താ എത്തുന്നത്? നിങ്ങളുടെ തഖ്വയുണ്ടല്ലോ, പടച്ചവന് വേണ്ടി സമർപ്പിക്കുക എന്നത്, അതാണ് അള്ളാന്റെ മുമ്പിൽ എത്തുന്ന നിങ്ങൾ മനസ്സിന്റെ തേട്ടം. ഇത് മുഹീദ്ദീൻ ശൈഖിന് വേണ്ടി അറുത്താൽ, ബദരീങ്ങൾക്ക് വേണ്ടി അറുത്താൽ, നബിദിനത്തിന് അറുത്താൽ, അവിടെയൊക്കെ ബദരീങ്ങൾക്ക് അറുത്ത
ബലിമൃഗത്തിന്റെ മാംസം എത്തുമോ? ഒരിക്കലും ഇല്ലല്ലോ. അതിന്റെ മബ്ജ, അതിന്റെ രക്തം, അതൊന്നും എത്തൂല. അർക്കുന്നവർക്കറിയാം, നമ്മക്കും അറിയാം. പിന്നെ എന്താ എത്തുന്നത്? മനസ്സിന്റെ തഖ്വയാകുന്ന തേട്ടം. അതാണ് അറുക്കാനുള്ള കാരണം. നേരത്തെ ബലിയറുത്തപ്പോൾ ആ ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അള്ളാഹ്ക്ക് എത്തുന്നില്ല, തഖ്വയാണ് എത്തുന്നത്. അതാണ് അള്ളാഹ്ക്കുള്ള ഇബാദത്ത്. അതേപോലെ തന്നെ ഈ ഉദ്ഹിയ്യത്ത്, ഈ ബലിയറുക്കുന്നത് ശൈഖിന് വേണ്ടിയോ ബദരീങ്ങൾക്ക് വേണ്ടിയോ ആകുമ്പോൾ അറുത്ത മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടം, ആ തഖ്വ, അത് ബദരീങ്ങൾക്കായാൽ അവർക്കുള്ള ഇബാദത്തായി. ആദ്യം പറഞ്ഞത് അള്ളാഹ്ക്കായപ്പോൾ അള്ളാഹ്ക്കുള്ള ഇബാദത്താണെങ്കിൽ, രണ്ടാമത് പറഞ്ഞത് മരണപ്പെട്ടു പോയവരുടെ പേരിൽ അറുക്കുകയോ അതുപോലെയുള്ള ആൾക്കാരുടെ പുണ്യം കിട്ടാൻ വേണ്ടി അറുക്കുകയോ ചെയ്യുമ്പോൾ ആ അറുക്കപ്പെടുന്ന ഒരുവിന്റെ മാംസവും മജ്ജയും എത്തുന്നില്ലല്ലോ. ഈ അറുക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടം അത് ഇബാദത്താണ്. അത് അള്ളാഹു അല്ലാത്തവർക്കായാൽ ശിർക്കായി. നിങ്ങൾ നോക്ക്, പറയാതെ പോയ വല്ല കാര്യങ്ങളുണ്ടോ? ഹജ്ജിന്റെ വിഷയത്തിൽ വരെ അത് ബോധ്യപ്പെടുത്തി തരിക. ഇനി അതിനെന്ത് മസാലയാവേണ്ട, എന്ത് ന്യായമാണ് അവതരിപ്പിക്കാനുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പച്ചയിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തി തരിക. അതുകൊണ്ട് ഹജ്ജിന്റെ ഉദ്ദേശം അറവിൽ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ കാര്യം സൂറത്തുൽ ഹജ്ജിലൂടെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ആ ഹജ്ജിന്റെ പവിത്രത എന്ന് മനസ്സിലായോ? ഹജ്ജിന് പവിത്രത ഉണ്ടോ? മക്കയിൽ വെച്ചാണല്ലോ നടത്തേണ്ടത്. മക്കയിലെ ഹറമിന് പവിത്രതയുണ്ടോ? ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടില്ലേ? വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലുള്ള അറബികൾക്ക് പോലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലും ബോധ്യപ്പെടാത്ത ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചത്, കഅബയെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടങ്ങളിൽ പരിശോധിച്ചു നോക്കിയാൽ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് മലക്കുകളാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന്, രണ്ടാമത്തത് ആദം നബിയാണ് എന്ന്, മറ്റൊന്ന് ശീസ് എന്ന പ്രവാചകനാണ് എന്ന അഭിപ്രായം, പിന്നെ ഇബ്രാഹിം നബിയാണ്. അതിന്റെ ഇബ്രാഹിം നബിയുടെ കാര്യം ഖുർആനിൽ ഞാൻ ഓതി വെച്ച ആയത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഭവനത്തിന്റെ അസ്ഥിവാരത്തിൽ നിന്നാണ് ഇബ്രാഹിം നബി പടുത്തുയർത്തുന്നത്. അതിന് ശേഷം ജുർഹൂം ഗോത്രക്കാരാണ്, പിന്നെ അമാലിക വംശജരിൽപ്പെട്ട അമാലിക ഗോത്രക്കാര്, അതിന്റെ ശേഷം ഖുസൈ ഗോത്രം, അബ്ദുൽ മുത്തലിബ്, അതുപോലെ ഖുറൈശികള്, അവിടുന്ന് ഇങ്ങോട്ട് ഹജ്ജാജ് ബിൻ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഹജ്ജാജ് ബിൻ യൂസുഫ്, പിന്നെ സുൽത്താൻ അഹമ്മദ് ഖാൻ. ഇപ്പോ ആൽ സഊദിന്റെ കുടുംബമാണ് അത് സംരക്ഷിച്ചു വരുന്നത്. ഇതിന്റെ ഇടയിൽ ഒരുപാട് കാലഘട്ടങ്ങൾ, ആ കാലഘട്ടങ്ങളിൽ ചിലരൊക്കെ കഅബാലയം വിശാലമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞാനത് വിശാലമാക്കുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗം കഅബയിൽ പെട്ടതാണ് എന്ന നിലക്ക് നിലനിർത്തി വരുന്നതും അതിന്റെ ബാക്കി ഭാഗം ബിൽഡിംഗ് ആയി അല്ലെങ്കിൽ കഅബയായി നിലകൊള്ളുന്നതും അങ്ങനെ ചരിത്രത്തിൽ ചുരുക്കുകയും കൂട്ടുകയും ചെയ്ത സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഈ വശത്തെ ഒന്നുകൂടി നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയവിറക്കാത്ത ഒരു ഹജ്ജില്ല, അതേപോലെ തന്നെ കഅബയുമില്ല. കാരണം അതിനു മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംബന്ധിച്ച് ഹജ്ജുമായി ബന്ധപ്പെടുത്തിയിട്ടും അല്ലാത്ത നിലയിലും കഅബയുമായി ബന്ധപ്പെടുത്തിയിട്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞതെന്താ? സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. പിന്നീട് നാം നിനക്ക് വഹി നൽകി, നബിയോടായി പറയുന്നത് അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ,
ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റണമെന്ന്, മനസ്സിലായ, ആ മാർഗം അവലംബിക്കണമെന്ന് നബിക്ക് പോലും വഹി നൽകി. അതിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് കാന ഉമ്മതൻ ഖാനിതാ, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. ഒരൊറ്റ മനുഷ്യനെ പറ്റിയാ പറയുന്നത്, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. കുറെ കാര്യങ്ങളുണ്ട്. ഇബ്രാഹിമ ഖലീല, അള്ളാന്റെ ഖലീലായിട്ട്, ചങ്ങാതിയായിട്ട് അള്ളാഹ് തെരഞ്ഞെടുത്തു. ആ ചരിത്രത്തിലേക്ക് നിങ്ങൾ എത്തി നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. സമർപ്പിക്കണം ഇബ്രാഹിമേ, നിന്റെ ജീവിതം നീ റബ്ബിന് സമർപ്പിക്കണം എന്ന് അദ്ദേഹത്തോട് അള്ളാഹ് പറഞ്ഞപ്പോൾ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സമർപ്പിച്ചു. അലിഫ് മുതൽ യാ വരെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഇബ്രാഹിം നബി അള്ളാഹുവിന് സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു. സംഘടന ചേരാനാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. എന്നാൽ പേരിലുള്ള ഒരു മുസ്ലിം എന്ന നാമം സ്വീകരിക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? വേഷം കൊണ്ട് മുസ്ലിം ആകാനാണോ പറഞ്ഞിരിക്കുന്നത്? അതല്ല ഏതെങ്കിലും നിലക്കുള്ള വസ്ത്രം കൊണ്ട് മുസ്ലിം ആകാനാണോ പറഞ്ഞിരിക്കുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കണം. അത് ഇബ്രാഹിം നബിയുടെ ത്യാഗപൂർണമായ ജീവിതത്തിലേക്ക് കടന്നു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ആ കാലഘട്ടത്തെ ഒന്ന് വിലയിരുത്തി പരിശോധിച്ചാൽ, പഠിച്ചാൽ അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചാണ് എന്ന് മനസ്സിലാക്കാം. എന്തായി സമർപ്പണം എന്ന് പറഞ്ഞത്? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. അള്ളാഹ് കൽപ്പിച്ചതെന്തോ അത് ചെയ്യുക, അള്ളാഹ് വിരോധിച്ചതെന്തോ അതങ്ങനെ തന്നെ ഒഴിവാക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ സമർപ്പണം എന്ന് പറഞ്ഞത്. ആ സമർപ്പണം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, മലമടക്കുകൾ താണ്ടി അവിടുന്ന് ഈജിപ്തിൽ നിന്ന്, മിസ്റിൽ നിന്ന് ഇബ്രാഹിം നബി മക്കയിലേക്ക് വരികയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു 10 മിനിറ്റ് വെയിലത്ത് നടക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയോ? കഴിയില്ലല്ലോ. അതിശക്തമായ മഴയാണ്. ഒരു സംഘടനാ മീറ്റിങ്ങിന് പോണം, പോവൂല, ഭയങ്കര മഴയാണ്, മാറി നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ ആവശ്യത്തിന് നമുക്ക് സമയം മാറ്റിവെക്കാൻ കഴിയില്ലേ? കഴിയും. വണ്ടി എടുത്ത് പോകൂലേ? പോകും. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ സമർപ്പണം എന്റെയും നിങ്ങളെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടോ? പരിശോധിക്കുക, അതിസൂക്ഷ്മമായി പരിശോധിക്കുക. ഇപ്പൊ തന്നെ ഇൻഷാ അല്ലാഹ് ഈ കേനം കൊയിലാണ്ടി മണ്ഡലം കുടുംബ സംഗമം ഞായറാഴ്ച നടക്കുകയാണ് കൊല്ലം സലഫി മസ്ജിദിന്റെ അങ്കണത്തിൽ. അൻഫസ് നന്മണ്ട, അതുപോലെ തന്നെ സൈഫുള്ള മദനി, ഇവരൊക്കെ പങ്കെടുക്കും. നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും. പങ്കെടുക്കുവോ? നമ്മള് എത്ര ആൾ പങ്കെടുക്കും? എന്താണ് കിട്ടുന്ന നമുക്ക് കാര്യം? ഒരു സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഈ അറിവിന്റെ വെളിച്ചം, ഈമാനിന്റെ വെളിച്ചം, അതിൽ പങ്കെടുക്കാൻ പോലും പലപ്പോഴും നമുക്ക് നേരണ്ടാവൂല, അല്ലേ? നമ്മളെ അവസ്ഥ അങ്ങനെയല്ലേ? അത് സംഘടനാ മീറ്റിംഗ് അല്ലേ, നടത്താൻ ആരെങ്കിലും ഉണ്ടാവും. അതൊരു കുടുംബ സംഘമല്ലേ? നമ്മളെ കുടുംബത്തിൽ എന്ത് പോരായ്മയുള്ളത്? റബ്ബി, പടച്ച തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അള്ളാഹിനെ വിളിച്ച് പറയുന്നെന്താ? എന്നെയും എന്റെ കുടുംബത്തെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, എന്നെയും എന്റെ കുടുംബത്തെയും നമസ്കാരം നിലനിർത്തുന്നതിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദുനിയാവിലെ പല പ്രതിസന്ധികളിലും അകപ്പെട്ട് നമ്മൾ അതിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് സമർപ്പണം ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്ന വശം വളരെയേറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹജ്ജിന്റെ യഥാർത്ഥ കാര്യം, അതിൻ്റെ കൊണ്ട് ലക്ഷ്യം ഉൾക്കൊള്ളുവാനും
അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളുടെയും ലക്ഷ്യം ഉൾക്കൊള്ളുവാൻ, അതിലൂടെ ജീവിത സംസ്കരണം നേടിക്കൊണ്ട് റബ്ബിന്റെ അടുക്കൽ പാപം പൊറുപ്പിക്കപ്പെട്ട് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മരിച്ചു പോകുന്നവരിൽ ഉൾപ്പെടാനും നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم ثانيا وإياي بتقوى الله. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്കകം സ്ഥാപനങ്ങളൊക്കെ തുറക്കുകയാണ്. നമ്മളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട മദ്രസ തലം മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ തലങ്ങളിലും ഉള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ പ്രവർത്തന കാലം ആരംഭിക്കുകയാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ ആലോചിക്കാറുണ്ട്. 50-60 ലക്ഷം മുടക്കി എവിടെയെങ്കിലും അന്യ സംസ്ഥാനത്ത് മക്കളെ കൊണ്ടാക്കി അവസാനം ട്രെയിനിന് തലവെച്ച് ആത്മഹത്യ ചെയ്യുന്ന, ഏതെങ്കിലും ലഹരിയിൽ കുടുങ്ങി ഞരമ്പ് മുറിച്ച് മരിക്കുന്ന ഒരു മകന്റെ ഉപ്പയും ഉമ്മയുമായി തീരാതിരിക്കാൻ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ നമ്മളെ മക്കളെ കൊണ്ടാക്കുന്നത്, അവിടെ ജമാഅത്തിന് പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ടോ? അവിടെ നമസ്കാരത്തിന് പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ടോ? അതുപോലെ തന്നെ അവിടുത്തെ കൂട്ടുകെട്ടും കാര്യങ്ങളും എന്താണ്? ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് ആ ബിസിനസ്, അവിടെ ഇപ്പുറത്ത് 2 റൂമുണ്ടായിരുന്നു, അത് വിറ്റിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് അവന് ചേർത്തിയത്. അവസാനം തൻ്റെ മരണത്തിൽ മരിച്ചു കഴിഞ്ഞൊരു മയ്യിത്ത് നിസ്കരിക്കാൻ പോലും അറിയാത്ത മോനായിട്ടാണോ മോളായിട്ടാണോ വളർന്നു വരിക നമ്മൾ കൊണ്ടാക്കുന്ന ഇടം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ബേസിക്കലായിട്ടാണ് മദ്രസയുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. പാപ്പയും ഉമ്മയും അവരാണ് മക്കളെ ആദ്യ ഘട്ടത്തിൽ റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. ക്രിസ്ത്യാനിയാകാം, അഗ്നിയാരാധകനാകാം, ഒന്നുമില്ലാത്ത മോനാകാം, ഭൗതികനാകാം. ഇതൊക്കെ തന്നെയും ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നാണ് മക്കൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾക്കൊരു ബാധ്യത ഉണ്ട്. 4-5 വയസ്സാകുമ്പോഴേക്ക് മദ്രസ എന്നത് നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന മക്കള് ഉണ്ടായിത്തീരണം. അവരുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം എന്ന നിലക്ക് നമ്മൾ തന്നെ സ്ഥാപിച്ചതാണ്. ഇതിന്റെ മുൻപന്തിയിൽ നിന്ന് നമ്മളാണ്, സെലഫികളായ നമ്മളാണ്. അപ്പൊ പലരും അത് ഏറ്റെടുത്ത് ഇപ്പൊ നമ്മൾ പിന്നോട്ട് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി മദ്രസയിൽ പോകാൻ നേരല്ല, ബസ് വരും 4 മണിക്ക് 7 മണിക്ക് ബസ് വരും, അതുകൊണ്ട് മദ്രസയിൽ പോകാൻ നേരല്ല. എന്നിട്ട് ഓൻ വളർന്ന് വലുതാകുന്ന അവസ്ഥ പിന്നെ വിശദീകരിക്കേണ്ടതില്ല. ചിലര് അവിടെ മദ്രസയിൽ സ്കൂളിൽ തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്നത് എവിടെ പഠിപ്പിക്കുക, ആര് പഠിപ്പിക്കുക, എത്ര ജുസു പഠിപ്പിക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും വിഷയങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ നമസ്കാരം പോലുള്ള മസാലകളും കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടോ? ആലോചിക്കണം നമ്മൾ. അതുകൊണ്ട് ഈ മക്കൾക്ക് പ്രാഥമികമായി 1ാമത്തെ ഘട്ടം കിട്ടേണ്ടത് നമ്മളുടെ മദ്രസയിൽ നിന്ന് കിട്ടേണ്ട വിജ്ഞാനം തന്നെയാണ്. ഈ നമ്മൾ വിചാരിക്കും കുറച്ചൊക്കെ അവര് തെറ്റിത്തിരിഞ്ഞ് പോയി, അല്ലെങ്കിൽ കൗമാര പ്രായവും കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി. എന്നാലും ഈ തൗഹീദിൽ നിലനിൽക്കുന്ന മക്കളായി അവരേത് രാജ്യത്ത് പോയാലും അവർ നിലനിൽക്കും. പിൽക്കാലത്ത് അവർ കണ്ടീഷനായിരിക്കും. അതുകൊണ്ട് ബേസിക്കലായി അടിസ്ഥാനപരമായി നമ്മളുടെ മക്കൾക്ക് കിട്ടേണ്ട വിജ്ഞാനം അത് ധാർമ്മികമായ ജ്ഞാനമാണ്. എത്ര അറിവ് അവരുടെ മനസ്സിൽ കൊത്തിവെക്കാൻ കഴിയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കും കഴിയും. അത് വീട്ടിൽ നിന്ന് തന്നെ കഴിയും. മദ്രസയെ ചേർക്കുന്നതോട് കൂടെ തന്നെ അവരുടെ ജീവിതത്തിൽ ആവശ്യമായ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളും ഈ ഉപ്പയിലും ഉമ്മയിൽ നിന്ന് അവർക്ക് കിട്ടണം. അതിൻ്റെ കൂടെ മദ്രസയിലും കൂടി നമ്മൾ ചേർത്തി കഴിഞ്ഞാൽ തീർച്ചയായും ആ മക്കൾ ഈ പാന്താവിലൂടെ വളരുമെന്നതിൽ സംശയമില്ല. സഹോദരങ്ങളെ,
ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ മദ്രസകളെ അത് വരിസംഖ്യ കൊടുത്തിട്ടും അല്ലാത്ത നിലയിലും നല്ല അധ്യാപകരെ നിലനിർത്തിയിട്ടും ഏറ്റവും നല്ല അക്കാഡമിക്കൽ മാർഗമാക്കി മാറ്റിയെടുത്തിട്ട് നല്ല സജീവമായ മദ്രസ കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടും ഒക്കെ ഇത് ബാധ്യത റെഡിയാക്കി കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം എല്ലാ നല്ല കാര്യങ്ങളുമായി സഹകരിക്കാൻ സന്മനസ്സുള്ളവരാക്കി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളർന്നു വരുന്ന നമ്മളുടെ മക്കൾ ദീനിയായ ചുറ്റുപാടിൽ വളർന്നു വരുന്ന മക്കളായി തീരാൻ അല്ലാഹു എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഗ്ഫിർ ലനാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.